ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 5 രൂപയുടെ പെൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോണിലൊക്കെ ടച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു പെന്ന് നിർമ്മിച്ചെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഇതിനു വേണ്ടി നമുക്കൊരു സാധനം ആവശ്യമില്ല. നമുക്ക് ആകെ വേണ്ടത് ഒരു ചെറിയ ഫോയിൽ പേപ്പറിൻ്റെ പീസ്, പിന്നെ ഒരു കോട്ടൻ്റെ ബെഡ്സ്, ഇത് മാത്രം മതി. അപ്പോൾ ഇതിന് നമുക്ക് വർക്കിങ്സ് എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഗായ്സ്, നിങ്ങളെന്ത് ചെയ്യുക, ഒരു പഴയ പെന്നെടുക്കുക. അതിനുശേഷം അതിലുള്ളിലെ ട്യൂബ് ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു ടോപ്പ് ഊരുക. ആ ടോപ്പ് നമുക്ക് ആവശ്യമുണ്ട്, അത് കളയാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഫോയിൽ പേപ്പർ വേണം ഗായ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഫോയിൽ പേപ്പർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തവർ വാങ്ങുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു ബെഡ്സ്, ഇതെല്ലാവരും വീട്ടിലുണ്ടാവും. കോട്ടൻ്റെ ബെഡ്സാണ് വേണ്ടത്, അത് ഒരെണ്ണം വേണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കോട്ടൻ്റെ ബെഡ്സ് നമ്മൾ ഇതുപോലെ കത്രിക യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു തല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. ആ കട്ട് ചെയ്ത ആ ഒരു പീസാണ് നമുക്ക് ആവശ്യം, ബാക്കിയുള്ളത് വേസ്റ്റ് പീസാണ്. ഈ പീസ് നമുക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആ ഒരു പെന്നിൻ്റെ ടോപ്പിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബെഡ്സ് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പെർഫെക്റ്റായിട്ട് ഇരിക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ ഊരിയ പെന്ന് തന്നെ അതിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ഫോയിൽ പേപ്പർ ചെറിയൊരു പീസ് മതി, അത് ഞാൻ ചെയ്യുന്നത് പോലെ ഇതിൽ ചുറ്റി വെക്കുക. അതിനായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആ ഒരു ഫോയിൽ പേപ്പർ ആ ഒരു കോട്ടൺ ബഡ്സിൻ്റെ കോട്ടണിൽ ടച്ച് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഫോണുമായിട്ട് ടച്ച് വരികയുള്ളൂ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഗായ്സ്, നിങ്ങളത് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ജസ്റ്റ് മൂവ് ചെയ്ത് കളിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ പീസ് ടാപ്പ് എടുക്കുക. അതിന് ശേഷം ഒന്നാകെ കവർ ചെയ്യരുത്, കാരണം നമുക്കവിടെ കൈ തട്ടാനുള്ള ഒരു സ്പേസ് വേണം. കാരണം നമ്മുടെ കൈ എപ്പോഴും ഫോയിൽ പേപ്പറിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ ടച്ച് വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു തലക്ക മാത്രം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, ഒന്ന് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട പണി, നമ്മളെ വിരലുകളിൽ ജസ്റ്റ് കുറച്ച് വെള്ളമാക്കുക. അതിന് ശേഷം ജസ്റ്റ് അവിടെ നിന്ന് ആ ഒരു കോട്ടൺ ബഡ്സിൽ ജസ്റ്റ് ഒന്ന് തട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു ചെറിയൊരു നനവ് മതി, ഓവറാകാൻ പാടില്ല. അപ്പോൾ ഗായ്സ്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈ എപ്പോഴും ആ ഒരു ഫോയിൽ പേപ്പറിൽ ടച്ച് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫോണിൽ ആ ഒരു പെന്നുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ടച്ച് വരികയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കൈ പെന്നിൽ മാത്രം ആയപ്പോൾ പോരാ, ആ ഒരു ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ നമ്മുടെ വിരൽ അവിടെ പ്രസ് ചെയ്ത് പിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ടച്ച് വരികയുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഗൈസ്, നമുക്ക് നല്ലൊരു മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.